NDA പാലാ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് രാഷ്ട്രീയ കേരളത്തിന് പാലാ നിയോജകമണ്ഡലം നൽകുന്ന വാഗ്ദാനമാണെന്നും കേരളത്തിൽ ഉദിച്ചുയരുന്ന പുതിയ രാഷ്ട്രീയ താരോദയമാണെന്നും BJP ദേശീയ നിയോജകമണ്ഡലം സമിതി അംഗവും മുൻ കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനം. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ മണ്ഡല പര്യടനം കരൂർ പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏറ്റെടുത്ത വിഷയങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുന്നതിനും അവ പൂർത്തീകരിക്കുന്നതിനും ആ വിഷയങ്ങളിലെല്ലാം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതിനും കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തിയാണ് ഷോൺ ജോർജ്. രാഷ്ട്രീയ കേരളത്തിന്റെയും പാലായുടെയും ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടായാൽ മാത്രമേ ഇനി കേരളത്തിനും പാലായ്ക്കും വികസനം എന്തെന്ന് അറിയാൻ കഴിയൂ. സംസ്ഥാന വരുമാനത്തിന്റെ 93% ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി വിനിയോഗിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനത്തിന് എന്ത് വികസനമാണ് നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുക? പാലായുടെ പ്രശ്നങ്ങളെയും വികസന സാധ്യതകളെയും കുറിച്ച് ഇത്രയേറെ പഠിക്കുകയും മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട പ്രതിവിധികളും പദ്ധതികളും ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഷോൺ. 50 വർഷത്തിലധികമായി പാലാ വികസിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നവർ പാലായിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വന്ന് പ്രസംഗിക്കുന്നതിനുള്ള ഒരു മൈതാനമോ സുരക്ഷിതമായി റോഡ് ഷോ നടത്തുന്നതിന് വേണ്ട സൗകര്യമുള്ള റോഡുകളോ ഇന്ന് പാലായിലില്ല. രാജ്യത്തിനൊപ്പം പാലാ വളരുന്നതിനും വികസനം ഉണ്ടായെന്നതിനും BJPക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാവിലെ താമരക്കുളം ജംഗ്ഷനിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ ആരംഭിച്ച പര്യടനം ചെറുകര, മുറിഞ്ഞാറ, നെല്ലാനി, കാട്ടുപാറ, കുടുക്കച്ചിറ, കുരിശുപള്ളി, കുടുക്കച്ചിറ പാറമട, വലവൂർ ടൗൺ, വലവൂർ അമ്പലം, ഇടനാട് ഗുരുമന്ദിരം, ഇടനാട് സ്കൂൾ, പോണ്ടനാംവയൽ, വേരനാൽ, പുന്നത്താനം കോളനി, വായനശാല കവല, നെടുമ്പാറ, വെള്ളക്കല്ല് സ്കൂൾ, കരൂർ പള്ളി, പയപ്പാറമ്പലം, പയപ്പാർ ജംഗ്ഷൻ വഴി അത്തിനാട് സമാപിച്ചു. വിവിധ ഘടകകക്ഷികളുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പ്രവർത്തകർ പര്യടനത്തിൽ പങ്കെടുത്തു. i4A ന്യൂസ്, പാലാ.